ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. ഹലോ. ഇത് ക്വസ്റ്റിന് ഈ ഒരു കോച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്പർ 1, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് 100% പ്രശ്നമൊന്നുമില്ലല്ലോ? Okay ആണ്. ഓക്കെ, ആൻഡ് ഗ്രേറ്റ്, എക്സലൻറ്റ്. ഈ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങളെ കുറിച്ചല്ലേ, വേറെ ആരെ കുറിച്ചല്ലല്ലോ? ഇറ്റ്സ് അബൌട്ട് യു, അല്ല, എന്നെ കുറിച്ച് തന്നെ. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കഴിവുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, കാരണം എനിക്കൊന്നും തരാൻ പറ്റില്ല. ഐ നോട്ട് അഡ്വൈസർ, ഒന്നുമല്ല ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിന് എല്ലാ ആൻസറും നിങ്ങളുടെ അടുത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അതെ. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങൾ ആരാണോ എവിടുന്നാണോ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചോളാം. റൈറ്റ്? എന്താണ് വളരെ സിമ്പിളായിട്ട് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് ഒരു വളരെ സിമ്പിൾ സെന്റൻസിൽ, സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? Okay. I wish to get a clear path to my purpose. എന്റെ പേർപ്പസ് എന്താന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് സെൻസേ. പക്ഷേ അതിലോട്ടുള്ള ഒരു പാത്ത് എനിക്കൊരു ക്ലാരിറ്റി കുറവ് ഇടക്ക് വരുന്നുണ്ട്. ഓക്കെ, പാത്ത് ടു യുവർ പേർപ്പസ്, അതായത് നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു പാത്ത് വേ അല്ലെങ്കിൽ അതിന്റെ റൗട്ട് ഏത് റൗട്ട് ഏത് വേ ആണ് എടുക്കേണ്ടതെന്ന് അവിടെയാണ് ഡൗട്ട് ഉള്ളത്. ആം ഐ റൈറ്റ്? ശരിയല്ലേ? ഓക്കെ, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. കാരണം പർപ്പസ് കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾ ഏകദേശം ഒരു 90% യു ഹാവ് ഗോട്ട് ഇറ്റ് റൈറ്റ് എന്നുള്ള. ചിലർ ജീവിതകാലം മുഴുവൻ പർപ്പസ് ഇല്ലാതെ ഇങ്ങനെ അലിഞ്ഞു തിരുന്ന വ്യക്തികൾ, അവരെ നമ്മൾ വാണ്ടറേഴ്സ് എന്ന് പറയല്ലോ. ഓക്കെ, സോ നൗ യു ആർ നോട്ട് എ വാണ്ടറർ, യു ഹാവ് ഓൾറെഡി ഗോട്ട് യുവർ പർപ്പസ്. ഇസ് ദാറ്റ് കറക്റ്റ്? Yes. Okay, great. Now, my question is, can I ask you what is your purpose? Your purpose എന്താണെന്ന് പറയാമോ? ലൈക്ക് എനിക്കൊരു ഹീലിംഗ് പവർ ഉണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ സറൗണ്ടിങ്സിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് അത് പറയാറുമുണ്ട്. എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും എനിക്കത് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ 2-3 വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് ഇമ്പാക്റ്റ്, ഒന്ന് ഇൻഫ്ലുവൻസ്, അല്ലേ? ഓക്കെ, ഇത് രണ്ടും, ഈ ഇമ്പാക്ട് എന്ന് പറയുന്ന പദവും ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന പദവും, ഇറ്റ്സ് കണക്റ്റഡ് ടു ലീഡർഷിപ്പ്. യു അഗ്രി ടു ദാറ്റ്? കാരണം ഞാൻ ലീഡർഷിപ്പാണ് എൻ്റെ ബിസിനസ്, അതാണ്. അപ്പോൾ ഈ 2 വാക്കും, ഐ വോണ്ട് ടു മേക്ക് എൻ ഇമ്പാക്ട് ഇൻ പീപ്പിൾസ് ലൈഫ് എന്ന് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് എ ലീഡർ. അതേപോലെ തന്നെ ഐ വോണ്ട് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. എത്രത്തോളം നിങ്ങൾക്ക് ഒരു വ്യക്തിനെ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, യു ഓട്ടോമാറ്റിക്കലി ബിക്കം എ ലീഡർ. പക്ഷെ ഇവിടെ ഒരു വാക്കുണ്ട്, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അതൊന്നും നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണം. അറിയോക്കില്ല? അത് ഒരിക്കലും ഞാൻ പോയിക്കുന്ന ചോദ്യം പേഴ്സണലായിട്ട് എടുക്കാൻ പാടില്ല. പേഴ്സണലായിട്ട് എടുക്കാൻ പാടില്ല. മേ ബി യു വിൽ ഗെറ്റ് സം സോർട്ട് ഓഫ് സ്പാർക്ക് ഔട്ട് ഓഫ് ഇറ്റ്. അത് കൂടാതെ ചിലപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരു സ്പാർക്ക് കിട്ടും. ഓക്കെ, നമ്മളൊരു ഫിസിഷ്യൻ എടുക്കാം, ഒരു ഡോക്ടർ എടുക്കാം, അത് ആരായാലും വേണ്ട, അത് ഏറ്റവും വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് എടുക്കാം. ഓക്കെ, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് എന്ന് വേണം പറയാം. ഓക്കെ, വേൾഡിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യന്, ആ വ്യക്തിക്ക് ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ടോ? ഉണ്ടാവണമെന്നില്ല. 0 to 10 എത്ര? 0 to 10. ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ചിലർ ഉപയോഗിക്കുന്ന ഒരു വാക്കാ ഹീലർ എന്നുള്ള വാക്ക് എല്ലാവരും ഉപയോഗിക്കണം. അപ്പോൾ ഐ വോണ്ട് ടു ഗെറ്റ് ദാറ്റ് വെരി ക്ലിയർ ഹിയർ. അപ്പം 0 to 10, ടെൽ മീ, ലോകത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സ്പെഷ്യലിസ്റ്റിന് എത്രയായിരിക്കും 0 to 10? ആ വ്യക്തിക്ക് എത്ര ഉണ്ട് ഹീൽ ചെയ്യാനുള്ള പവർ? അയാളൊരു ഫിസിഷ്യൻ ആണെങ്കിൽ അയാൾക്കൊരു ഹീലിംഗ് പവർ ചിലപ്പം ഒരു 3, അറിയില്ല, ഡിപ്പെൻസ് ആണ് അയാളുടെ പേഴ്സണാലിറ്റി. I said he's the best of the best in the world. വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഹീലിംഗിന്റെ കാര്യത്തിൽ വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഹീലിംഗിന്റെ കാര്യത്തിൽ എത്രയാണ്? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഹീലിംഗ്? ഹീലിംഗിന്റെ കാര്യത്തിൽ അയാളുടെ പ്രൊഫഷണൽ അയാളെ no, don't go there, don't beat around the bush. I want you to focus on the question. 0 to 10, the best of the best. Maximum up to 3, or we can say 0. Now you're correct. എത്ര പേര് അംഗീകരിച്ചു? ഏറ്റവും നല്ല ഡോക്ടർ എടുത്തോ,
ഏറ്റവും നല്ല ഡോക്ടർ എടുത്തോ, ഇറ്റ്സ് ഓൺലി 0. Yeah. Because healing is not in your hand. Okay. You can only treat people. അല്ലേ? നിങ്ങൾക്ക് ട്രീറ്റ് Yeah. ചെയ്യാൻ പറ്റും. Yeah. ഏറ്റവും നല്ല ഡോക്ടറെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല Okay. ടീച്ചർ ടീച്ച് ചെയ്യാൻ പറ്റുള്ളൂ, Yes. ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റൂല. Yeah. നമ്മൾ ചിലർ പറയും ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്നൊക്കെ പറയണ്ടല്ലോ, അതൊക്കെ തെറ്റാണ്. കാരണം യു കാൺ ട്രാൻസ്ഫോം എ പേഴ്സൺ, യു കൻ ഓൺലി Yeah. ടീച്ച്, ട്രെയിൻ, കോച്ച്, മെന്റർ ചെയ്യാൻ പറ്റും. റിസൾട്ട് doesn't come from you. Do you Yeah. agree to that? Yes. Result Yes. doesn't Of come course. from you. The result, for example, if I'm talking about transformation കുറിച്ച് പറയുകയാണെങ്കിൽ ആ റിസൾട്ട് വരെ ആ വ്യക്തി ആക്ട് ചെയ്താൽ മാത്രമേ വരുള്ളൂ. Yeah. ശരിയല്ലേ? ആ വ്യക്തി Absolutely. Yeah. ആക്ട് ചെയ്താൽ ശരിയാണ്. മാത്രമല്ല ആ വ്യക്തി ട്രാൻസ്ഫോം ആവുള്ളൂ. Yeah. ശരിയാണ്. നമ്മൾ ശരീരത്തിന്റെ കാര്യത്തിൽ ഡോക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ ശരീരം റെസ്പോണ്ട് ചെയ്താൽ മാത്രമല്ലേ ഹീൽ ആവുള്ളൂ. Yes. ഡോക്ടർ ചെയ്തിട്ട് ഹീൽ ആവാൻ പോകുന്നില്ല. ചിലപ്പോൾ 2 പേഷ്യൻസ് ഒരേപോലത്തെ പേഷ്യൻസ് ഉണ്ടാവും. ഒരാളുടെ ബോഡി ചിലപ്പം ഹീലാവും, മറ്റാളുടെ ബോഡി ഹീൽ ആവില്ല. സോ ദ ഡോക്ടർ ഹാസ് ഡൺ ഹിസ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. Yes. പക്ഷെ ഒരാൾ രക്ഷപ്പെട്ടു വരും, മറ്റാൾ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇന്നലെ ആരോടോ സംസാരിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ റിയാസ് ഹക്കീം ഹി വാസ് ഇൻ ഹോസ്പിറ്റൽ ഫോർ ലാസ്റ്റ് 10 days. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സെൻസി ഐ കെയിം ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ. 10 ദിവസത്തിൻ്റെ മുമ്പായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നു, പക്ഷെ എൻ്റെ ഒപ്പം അഡ്മിറ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോഴും വെന്റിലേറ്ററിലാന്ന് പറഞ്ഞു. ഒരേ ഡോക്ടറാണ്. Yes. How many of you got it? Say CC in the type, crystal clear. Doctor same treatment ആണ് കൊടുത്തിട്ടുണ്ടാവുക. Am I right? But the thing is that he came out of his emergency, but there are people still on ventilator. But now tell Got me, it. are you a healer? I'm not. That's a Healing question. comes within. Yeah. അപ്പം നിങ്ങൾ ഇതേപോലെ ആരെങ്കിലും ഞാൻ എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വളരെ റെസ്പെക്റ്റോടുകൂടി ഞാൻ പറയും. ഞാൻ ഇപ്പം നേരത്തെ സെഷനിൽ തന്നെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നെവർ യൂസ് ട്രൈ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു തെറ്റ് കണ്ടാൽ, തെറ്റെന്നല്ല, ചിലപ്പോൾ ചില സമയം നമ്മൾ തിരുത്തി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ തിരുത്തുമ്പോൾ വളരെ റെസ്പെക്റ്റോടുകൂടി വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ നിങ്ങളുടെ പെർമിഷനോടുകൂടി ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഒഫൻസീവായിട്ട് എടുക്കാൻ പാടില്ല, പേഴ്സണലായിട്ട് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ ഹീലർ എന്നുള്ള പദം യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുക. ബിക്കോസ് ഹീലിംഗ് ഈസ് നോട്ട് ഇൻ യുവർ ഹാൻഡ്. Got it. Okay, all right. So I'm going to strike that line which you said that you got the healing power. അവിടെ നിങ്ങൾ you're going beyond. You got me. നിങ്ങൾ എല്ലാം I got it. Okay, we don't have the healing power. We don't have that. Yeah, I know. Okay, so I'm going to strike it off. You got the influence ചെയ്യാനുള്ള പവർ ഉണ്ട് നിങ്ങളത്. Yes. Impact ചെയ്യാനുള്ള പവർ ഉണ്ട്, because that is coming from you. Yeah. So can I say that you have got the leadership skills? Yes. You agree with me now? Yes. Okay, so 100%. Yeah. good, great. Don't tell me who you are, okay? Don't tell me anything about that. Now your purpose is very clear. Your purpose is very clear. Now tell me 3 ways how you can influence people. Is that something that you want to do in your life? നിങ്ങൾ ജീവിതത്തിൽ അതാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവരുടെ ജീവിതത്തിൽ ഇമ്പാക്ട് കൊണ്ടുവരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? Is that what അതെ, അതെനിക്ക് എൻ്റെ ഒരു ലൈഫ് പേർപ്പസ് ആയിട്ട് എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. Okay, good. Let's find it out, okay? Let's find it out. അപ്പം ഒരു ഇമ്പാക്റ്റ് ഏതൊക്കെ രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുക നിങ്ങൾക്ക്? നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ നോളജ് വെച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുക? സെൻസി, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ഫീൽഡ് അതല്ല. എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഒന്നും ഇല്ല. നോ പ്രോബ്ലം, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. നിങ്ങൾക്ക് പക്ഷേ ഇമ്പാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്തു. ആവശ്യം ഞാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ എടുക്കാം, ഒരു 100 ആൾക്കാരെ എടുക്കാം. ഈ 100 ആൾക്കാരെ നിങ്ങൾ നോക്കാം. നിങ്ങളുടെ മുമ്പിലാണ് ഇവർ നിൽക്കുന്നത്, കാണുന്നുണ്ടോ അവരെ? 100 ആൾക്കാരുണ്ട്. ഇവര് ഏത് പ്രായത്തിലുള്ള ആൾക്കാരാ? ഇറ്റ്സ് ലൈക്ക് 20 to 60. ഞാൻ ഇപ്പം കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് വെച്ചാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് 20 മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ആണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് മെജോറിറ്റി ഏത് ഗ്രൂപ്പിൽ പെടുന്ന, ഏത് ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരായിരിക്കും? ഒരു 25 to 45. അപ്പൊ നമ്മൾ മറ്റതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? ട്രിം ചെയ്ത് കളയാം. ഓക്കെ, നമ്മൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഈ 25 മുതൽ 45 വയസ്സുള്ള വ്യക്തികൾ ഇത് ഏത് ജെൻഡറിൽ പെടുന്ന? ആണുങ്ങളാണോ? വാട്ട് ജെൻഡർ ഡു ദേ ഫോളോ? ബോത്ത്. ഓക്കെ. അവര് ഒരു സ്പെസിഫിക് ലാംഗ്വേജ് പറഞ്ഞ ആൾക്കാരാണോ?
ഏത് ഭാഷ പറഞ്ഞ ആൾക്കാരെ അവർ? അല്ലെ നിങ്ങളെ ഇന്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഏത് ഭാഷയിലാണ് അവരായിട്ട്? മെജോറിറ്റി ഇന്ത്യൻസ് ആണ്. അതല്ല ഞാൻ ചോദിച്ചത്, ഏത് ഭാഷയാന്ന് ചോദിച്ചത്? മലയാളം. മലയാളം. അവരെല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഇത് ജോലിയുള്ള ആൾക്കാരാണോ, എംപ്ലോയീസ് ആണോ, ഓൺടർപ്രണേഴ്സ് ആണോ, അല്ലെങ്കിൽ ഹു അതെ, ആരാണ് ഇവർ? ഓൾ കാറ്റഗറീസ് ആൻഡ് എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? എംപ്ലോയീസ്. എംപ്ലോയീസ്. അപ്പം വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് ഇവർ, അല്ലേ? യെസ്. ഈ വർക്കിംഗ് പ്രൊഫഷണൽസിനെല്ലാം നമ്മൾക്ക് വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. ലോ കാറ്റഗറി, മിഡിൽ മാനേജ്മെന്റ്, ഹൈ മാനേജ്മെന്റ്, ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അവിടെ നിൽക്കുന്നുണ്ട് 100 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ ഡ്രസ് കോഡൊക്കെ നോക്കുക, അവർ ഇട്ടിട്ടുള്ള ഡ്രസ്സ്, അവരെ അറ്റയർ ഒക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ട്, നിങ്ങൾ മനസ്സിന്റെ കണ്ണിൽ കാണുന്നുണ്ട്. അവർ ഏത് കാറ്റഗറി? മെജോറിറ്റി പറയുവാണെങ്കിൽ അതാ ഞാൻ അങ്ങനെ എനിക്കറിയില്ല സെൻസി. എല്ലാ കാറ്റഗറി ആൾക്കാരുണ്ട്. ഇല്ല, അങ്ങനെ എല്ലാ കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ശരിക്കും ശ്രദ്ധിക്കുക. എല്ലാ കാറ്റഗറി, ഓൾ കാറ്റഗറി ഇസ് നോട്ട് യുവർ കാറ്റഗറി. എത്ര പേർക്ക് മനസ്സിലായി? ഓൾ കാറ്റഗറി ഇസ് നോട്ട് യുവർ കാറ്റഗറി. ഒരു കാറ്റഗറി പിടിക്കാൻ എന്നിട്ട് അതിൽ എക്സ്പേർട്ട് ആവാം. ഓക്കെ. അപ്പോൾ ഇവിടെ 100 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ ഡ്രസ്സിങ്, അവരുടെ പൊസിഷനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇങ്ങനത്തെ ലെവലിലെ ആൾക്കാരാണ്. ചിലർ, ഞാൻ പറയാൻ കാരണം ആൻസർ ഇപ്പം പറയണ്ട, ചിലപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആവല് ബ്ലൂ കോളർ ജോബിലായിരിക്കും ആൾക്കാരായിരിക്കും. അതായത് ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരായിട്ടായിരിക്കും എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതിലായിരിക്കും എൻ്റെ പാഷനും. ഓക്കെ, അങ്ങനത്തെ. രണ്ടാമത്തെ വെച്ചത് ഇപ്പം വളർന്ന് വരുന്ന മാനേജ്മെന്റ് റോളിലേക്ക് വളർന്ന് വരുന്ന ആസ്പിറൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ കോച്ച് ചെയ്യാനായിരിക്കും എൻ്റെ ഇൻട്രസ്റ്റ്. മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളെന്ന് വെച്ചാൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കോച്ച് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തി. ഞാൻ കോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ CEO ലെവൽസ് ആണ് കോച്ച് ചെയ്യല്. ഞാൻ താഴെ ഞാൻ പോകാറില്ല. ബിക്കോസ് ഐ വോണ്ട് ടു ടോക്ക് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. മനസ്സിലാവുണ്ടോ? അപ്പം പുതിയതായിട്ടുള്ള ജോയിൻ ചെയ്യുന്ന ഒരാളെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ താല്പര്യമില്ല. അതേപോലെ തന്നെ ഒരു ബ്ലൂ കോളർ ജോബിൽ എനിക്ക് ട്രെയിൻ ചെയ്യാൻ താല്പര്യമില്ല. കാരണം എനിക്ക് ഡിസിഷൻ മേക്കേഴ്സിനായിട്ട് ആണ് എനിക്ക് കോൺടാക്ട് ചെയ്യേണ്ടത്. ദാറ്റ്സ് വാട്ട് ഐ ടോക്ക് ടു. ആ ഒരു ലെവലിലാണ് ഞാൻ സംസാരിക്കല്. അപ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, 100 ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ 100 ആൾക്കാർ നോക്കുമ്പം അവർ ഏത് ലെവലിലാണ്? ഒരു മിഡിലായിരിക്കും പറയാൻ പറ്റുക. ഹൈലി മിഡിൽ മാനേജ്മെന്റ് എന്ന് പറയാം, അല്ലേ? അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള അവരുടെ പ്രൊഫഷൻ വെച്ച് പറയുവാണെങ്കിൽ. അതെ. ഇവരെല്ലാവരും നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു വാക്കുണ്ടല്ലോ, അല്ലേ? വിശ്വസിക്കുന്നുണ്ടോ? ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി വന്ന അവർ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ എഴുതി വെക്കാന്ന് വിചാരിക്കാം. അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള 3 ഗ്രാറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അവരെന്നോട് പറയുന്നത് കുറെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഏകദേശം 5-10 ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാத்தைയും നിങ്ങൾ ഒന്ന് നോക്കി അനലൈസ് ചെയ്തപ്പം അതിൽ ടോപ്പായിട്ടുള്ള 3 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പിക്ക് ചെയ്തു. ആ 3 ഗ്രാറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഇപ്പം നീ എന്നെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നവരുണ്ടാവും. ഓക്കെ, മെയ്ഡ് മീ പോസിറ്റീവ്. ഐ ലൈക്ക് മെയ്ഡ് മീ തിങ്ക് പോസിറ്റീവ്, റൈറ്റ്? തിങ്ക് പോസിറ്റീവ്. ഓക്കെ. രണ്ടാമത്തെ, ലൈഫിന്റെ ഒരു പെർസ്പെക്റ്റീവ് എൻ്റെ അടുത്ത് എന്നോട് സംസാരിച്ചപ്പോ ചേഞ്ച് ആയി എന്ന് പറയുന്നവരുണ്ടാവും. ഗ്രേറ്റ്. നമ്പർ 3, അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൂടുതൽ എനിക്ക് വരുന്നത് അങ്ങനത്തെയാണ്. അതിനൊരു എൻ്റെ അടുത്ത് വന്നപ്പോൾ അത് കുറച്ചും കൂടെ അവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നവരുണ്ടാവും. ബ്യൂട്ടിഫുൾ. ഇന്നത്തെ സെഷൻ പങ്കെടുത്തല്ലോ നിങ്ങൾ, അല്ലേ? ഉണ്ടായിരുന്നു സെൻസി. ഓക്കെ, അതിന്റെ പേര് എന്തായിരുന്നു? മൈൻഡ് സെറ്റ് മാസ്റ്ററി. മൈൻഡ് സെറ്റ് മാസ്റ്ററിയോ? കോഴ്സിന്റെ പേര് ഗ്രോത്ത് സെറ്റിംഗ് മാസ്റ്ററി. ആ ഒരു സെഷന് ശേഷം ഒരു ക്ലയന്റ് എന്ന് വെച്ചാൽ ഒരു പാർട്ടിസിപ്പന്റ്, പേരൊന്നും പറയാൻ പാടില്ല, ഞാൻ പറയൂല. അത് പറഞ്ഞ എന്താ അറിയോ? ആത്മഹത്യന്റെ വക്കത്ത് ഞാൻ എത്തിയിരുന്നു. ആത്മഹത്യയുടെ വക്കത്ത് ഞാൻ എത്തിയിരുന്നു. സെൻസാന്റെ ക്ലാസ് കിട്ടരുത്, അത് ഞാൻ മാറ്റിവെച്ചു. ഞാൻ അറിയും കൂടെ ഇല്ല, ഈ വ്യക്തിനെ അറിയില്ല, ഈ വ്യക്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് പേര് പോലും അറിയില്ല, ഞാൻ പേരൊന്നും നോക്കാറില്ല. അപ്പം ആ വ്യക്തി പറഞ്ഞ I was on the edge of committing suicide, but your training, your coaching helped me. ഞാൻ ആ ഉദ്ദേശത്തോട് ചെയ്തതല്ല, ഇത് കംപ്ലീറ്റ് ഗോൾ സെറ്റിംഗ് അല്ല, ഗ്രോത്ത് സെറ്റിംഗിന്റെ പ്രോഗ്രാം ആയിരുന്നു. You got me? This will bring a change in you.
ഇപ്പം നിങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞ നമ്പർ 1 മെയ്ഡ് മീ തിങ്ക് ഇൻ എ പോസിറ്റീവ് വേ. അതായിരിക്കും നിങ്ങളുടെ ഒരു കമൻറ്റ് നിങ്ങളുടെ എല്ലാ ക്ലയൻസിനകത്ത് കിട്ടുക. രണ്ടാമത്തെ പറഞ്ഞത് നിങ്ങൾ പെർസ്പെക്റ്റീവ്, നിങ്ങളായിട്ട് സംസാരിച്ച കാരണം, നിങ്ങൾ ട്രെയിനിങ്ങിന് പങ്കെടുത്ത കാരണം, നിങ്ങൾ കോച്ചിങ്ങിന് പങ്കെടുത്ത കാരണം ജീവിതത്തിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് മാറ്റി. നമ്പർ 2 നമ്പർ 3 റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ കണക്ഷൻ കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് വേസ്റ്റ് ആണ്. Is that right? Almost 0 to 10, how much? 8. So, can you call yourself as a relationship coach? What is that you do? What is that you do? Oh, I'm not sure, Sensei. Purpose എന്താ? ഇത് ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഐ എം ഗോയിങ് ടു ചാലഞ്ച് യു. ഒരുപാട് പ്രശ്നങ്ങളുള്ള കേസുണ്ട്. ഇന്നും എനിക്കൊരു കേസ് വന്നപ്പോൾ ഞാൻ ഇതൊന്നും ഏറ്റെടുക്കാറില്ല. ഞാൻ റിലേഷൻഷിപ്പോ അങ്ങനത്തെ കേസുകളൊന്നും ഏറ്റെടുക്കാറില്ല. ഞാൻ ഇന്ന് തന്നെ ഒരു കേസ് വന്നപ്പം ഫെബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോച്ചുണ്ട്, എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പം ആ കോച്ചിനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു. ഞാൻ ജസ്റ്റ് ഗോ ആൻഡ് കോൺടാക്ട് ഫെബിൻ, ഷീ വിൽ ഹാൻഡിൽ ദാറ്റ് എന്ന് പറഞ്ഞു. Because I'm not an expert in that. You got me? I'm not an expert in that. So just go and connect with someone. Imposter syndrome ഇല്ല ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കോച്ചാണ് അവർ, ഫെബിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിത്തിങ് ജസ്റ്റ് ഗോ ആൻഡ് കോൺടാക്ട്. അപ്പം നിങ്ങൾ ഒരു ഏരിയയിൽ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കണം. അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഒരുപാട് ആൾക്കാർ റിലേഷൻഷിപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂ അല്ലെങ്കിൽ ചാലഞ്ചിൽ കൂടെ പെയിനിൽ കൂടെ പോകുന്ന ആൾക്കാരില്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. അവരെ സഹായിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു എംപവർമെൻറ്റ് കൊണ്ടുവരാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. ഒരു 2 പേര് വന്നു, പക്ഷെ അവരടുത്ത് പൈസ ഇല്ല എന്ന് വിചാരിക്കാം, തരാൻ പൈസ ഇല്ല, നിങ്ങളെ ചാർജ് ഭയങ്കര ചാർജാണെന്ന് വിചാരിക്കാം, ഫീസൊക്കെ ഭയങ്കര. അവർക്ക് ഫീസ് ഇല്ല, പക്ഷെ അവരുടെ ജീവിതം ആകെ മുട്ടി നിൽക്കുകയാണ്. നിങ്ങൾ അവരെ ഫ്രീ ആയിട്ട് സഹായിച്ചു കൊടുക്കൂ? സഹായിക്കും സെൻസേ. ഉറപ്പാണോ? ഉറപ്പാ. സോ യുവർ പർപ്പസ് is what? ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ your purpose is to bring positive thoughts in people's life. Is that right? Yes. Your purpose is to change the perspective of people in people. Is that right? Yes. And I do that especially in relationship. Is that right? Almost. You said 8, am I right? Is there anything else? Relationship അല്ലാത്ത വേറെ ഏതാ കേസ് നിങ്ങൾക്ക് വരുന്നത്? ഒരുപാട് ലൈഫ് ഭയങ്കര ബ്രോക്കൺ ആണ്. ഞാനിപ്പോ ജീവിക്കുന്ന ഒരു ഏരിയയിൽ ആൾക്കാർക്ക് ഭയങ്കര സംസാരിക്കാൻ ആരുമില്ല. ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. ആർക്കും അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഇവിടെ ഒരുപാട് തെറാപ്പി ഒക്കെ അവൈലബിൾ ആണെങ്കിലും ഈവൻ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള തെറാപ്പിസ്റ്റുകൾ വരെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അവര് ഭയങ്കര ബ്രോക്കൺ ആണ്. ഞാൻ ഓർക്കും ഇവരെങ്ങനെയാണ് തെറാപ്പി കൊടുക്കുന്നത് എന്ന്. എനിക്ക് അത്ഭുതമാണ്. കാരണം അവരെ നെഗറ്റീവ് അങ്ങനത്തെ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ്റ്റ് ആ സെൻസേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം. ഓക്കെ, ഇപ്പം നിങ്ങൾ പറഞ്ഞു, ഞാൻ 2-3 എക്സാമ്പിൾ. അപ്പം ബ്രോക്കൺ കേസ് നിങ്ങൾ എടുത്ത് വരലുണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഒക്കെ ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ എടുത്ത് വരലുണ്ട്. ഫിനാൻഷ്യൽ ഉണ്ട് എല്ലാം ഉണ്ട്. ഇവിടെ വന്നു പെട്ടു എന്നുള്ളവർ ഒരുപാടുണ്ട്. ഒരുപാട് ട്രോമ ഉള്ളവരുണ്ട്. അതിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിന് എത്ര നമ്പർ കൊടുക്കും, മറ്റിന് എത്ര നമ്പർ കൊടുക്കും? ഒന്നേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. മെജോറിറ്റി എനിക്ക് റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിനാണ് സെൻസി ഞാൻ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ആ പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ എങ്ങനത്തെ ആൾക്കാരാണ്? ഒരു ക്ലയന്റിന്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞുതരാം. വാട്ട് ഇസ് ഇറ്റ്? പറയുകയാണെങ്കിൽ അതൊരു ജെൻഡർ, പ്രത്യേക ഒരു ജെൻഡർ ഇല്ല. ഓൾ ജെൻഡേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഏജ് കാറ്റഗറി ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ അത് ഞാൻ പെയ്ഡ് ഒന്നും അല്ല. 25 to 45 പറഞ്ഞു. ഓക്കെ, അവരെന്ത് ചോദിച്ചു? നിങ്ങൾക്ക് എന്തിനാ വരുന്നത്? അവർക്കൊരു വാട്ട് നെക്സ്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നതെന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് സൊല്യൂഷൻ അവർക്ക് കൊടുക്കണം? നിങ്ങൾ അവർക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് ലവ് യുവർ സെൽഫ് എന്നാണ്. വിശ്വാസം ഉണ്ടാവണം, നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം, പഠിച്ചവന് വിശ്വാസം ഉണ്ടാവണം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ അല്ല. അത് കേട്ടിട്ട് അവർക്ക് സന്തോഷം വരണ്ട, അവർക്ക് റിസൾട്ട് വരണ്ടോ? ഉണ്ട്, വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അവർ ഏത് പെയിനിൽ കൂടെ പോകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമുക്ക് ലെറ്റ്സ് സേ നമ്മൾ എല്ല് പൊട്ടിന്ന് വിചാരിക്കാം.
യെസ്. ഓക്കെ, നമ്മൾ ഒരു ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോകും. കാലിന്റെ എല്ല് ഇല്ല. പൊട്ടിയെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോകും, ഇല്ലല്ലോ. എല്ല് ഇല്ല. പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തല്ലേ പോകുള്ളൂ, നമ്മൾ അതെ. ഓർത്തോന്റെ അടുത്തല്ലേ നമ്മൾ പോകുള്ളൂ. അതെ. അതേപോലെ വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്ത പെയിൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. നിങ്ങളടുത്ത് വരുന്ന പെയിൻ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആ ഒരു പേഷ്യൻ്റ് എന്ന് ഓർക്കാം. ഓക്കെ, ക്ലയൻറ്റ് എന്ന് പറയേണ്ട ഒരു പേഷ്യൻ്റ്, നിങ്ങൾ ഡോക്ടറെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനത്തെ ഓക്കെ. പേഷ്യൻസ് നിങ്ങളുടെ അടുത്ത് വരുന്നത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങൾ പറയും എൻ്റെ അടുത്ത് പോകേണ്ട, വേറെ ഡോക്ടർ ഉണ്ട് അടുത്ത ഡോറിൽ, അവരടുത്ത് പോയിക്കോളൂ. ഞാൻ ഇതാണ് ചികിത്സിക്കുന്നത്. എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ചികിത്സിക്കുന്നത്? അതായത് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ സെൻസെ, എനിക്ക് ലൈഫിൽ ഒരു പേർപ്പസും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഇല്ല ഇല്ല, എനിക്ക് നമ്മൾ അതിലേക്ക് പോരുത്. അവിടെ പോയി കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ കംപ്ലീറ്റ് ഓക്കെ 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 അതുപോലെ തന്നെ ഫോക്കസ് ഒരു ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചോദിക്കാം. ഓക്കെ ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് ചെയ്യരുത്. ഓക്കെ What ഓക്കെ type of people, what type of patients, what type of clients come to you in ദേ one? ആർ ഇൻ പെയിൻ, ദേ ആർ ഇൻ ഡാർക്ക്നെസ്, അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾ എന്താ കൊടുക്കുന്നത്? നിങ്ങൾ സൊല്യൂഷൻ എന്താ? സ്പെസിഫിക്. നിങ്ങൾ എന്താണ് സൊല്യൂഷൻ കൊടുക്കുന്നവർക്ക്? ഐ എം ഗിവിംഗ് ദം എ വേ. എ വേ എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ വേ അല്ലേ? വേ എന്ന് അതെ, വെച്ചാൽ ഒരു വഴിയല്ലേ? പക്ഷെ നിങ്ങൾ ആ ഒരു വഴിക്കുള്ള ക്ലിയർ വേ. ഒരു ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കല്ലേ ചെയ്യണത്? അതെ അതെ, നടന്നു പോകുന്ന ജോലി അവരുടെ അല്ലേ? അവരുടെയാണ്. നിങ്ങളൊരു അതെ ഹോപ്പല്ലേ കാണിച്ചു കൊടുക്കുന്നത്? അതെ, ശരിയാണോ? എനിക്കറിയില്ല, നിങ്ങൾ പറ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് സെൻസെ. അപ്പോൾ നിങ്ങളിപ്പം ഈ സംസാരത്തിൽ നിങ്ങൾ കറക്റ്റ് ആ പാത്തിൽ കൂടെ ആണോ നിങ്ങളെ കൊണ്ടുപോകണം? ഞാൻ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, അപ്പോൾ നിങ്ങൾ 100%. അവർക്ക് ക്ലാരിറ്റി അല്ലേ കൊടുക്കുന്നത്? അതെ അപ്പോൾ നിങ്ങളൊരു ക്ലാരിറ്റി കോച്ച് അല്ലേ? അതെ അതെ, ആണോ? ആണോ? യെസ് 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 സെൻസെ. ഏ യാ, നിങ്ങൾ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, നിങ്ങളൊരു ക്ലാരിറ്റി കോച്ചാണ്. കാരണം അവർക്ക് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണം. ക്ലാരിറ്റി ഉള്ള കാരണം, നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണ കാരണം നിങ്ങൾക്ക് വരുന്നത്. യെസ് യെസ് ആണോ? യെസ്, 100%. യെസ് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ അടുത്ത് പർപ്പസ് ഉണ്ടെന്നുള്ളത്. നിങ്ങൾ പറഞ്ഞു യെസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഇമ്പാക്റ്റ് ചെയ്യാൻ. എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യണത്? ബൈ ഷോയിങ് ദം ക്ലാരിറ്റി. അതാണ് നിങ്ങളെ വേ. നിങ്ങൾ ഇവിടെ വന്നത് എന്നോട് ചോദിച്ചിട്ട് എന്താണ് പാത അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അതെ അല്ലേ? വേ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതെ, അപ്പം നിങ്ങളെ വേ എന്ന് വെച്ചാൽ ബൈ ഷോയിങ് ദം ക്ലാരിറ്റി. അവരുടെ യെസ് ജീവിതത്തിൽ സ്റ്റക്കായിട്ടുള്ള ആൾക്കാർക്ക് അവരെ ഒരു ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി കാണിച്ചു കൊടുത്തിട്ട് അവർ അതിൽ കൂടെ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു, അവരും സന്തോഷം കണ്ടെത്തുന്നു. 100% കറക്റ്റ് ആണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. 0 to 10 എത്ര ഹാപ്പിയാണ് ഇപ്പം? 10 ഹാപ്പിയാണ്. ഓക്കെ, എന്തായിരുന്നു നിങ്ങളെ ക്ലാരിറ്റി? 10% ഹാപ്പി. വരുമ്പോൾ എന്തായിരുന്നു ക്ലാരിറ്റി ഉണ്ടായിരുന്നത്? ഇറ്റ്സ് ലൈക്ക് 4 or 5. ഇപ്പോഴോ 5. ഇറ്റ്സ് 10. ഹാപ്പി? ഹാപ്പി. താങ്ക് യു സോ മച്ച് സെൻസെ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് കോളർ പ്ലീസ്. 1 മണിക്കൂറും കൂടെ ഉണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് കോളർ.